അഡോബി ഫോട്ടോഷോപ്പ് ടൂൾസിൽ നമ്മൾ കവർ ചെയ്യുന്ന നെക്സ്റ്റ് ടോപ്പിക് ഫ്രെയിം ടൂൾ. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ടൂളാണ് ഫ്രെയിം ടൂൾ. ഇത് പുതിയതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്ന ഒരു ടൂളാണ്. പഴയ വെർഷനുകളിൽ ഇത് അവൈലബിൾ അല്ല. ഫ്രെയിം ടൂളിന്റെ ഷോർട്ട് കീ കെ ആണ്. ഇത് ബേസിക്കലി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്തിട്ട്, അതായത് ഒരു മാസ്കിന്റെ ഫ്രെയിം ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇമേജിനെ ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ബോക്സിന്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് ഇമേജ് കാണാനായിട്ട് സാധിക്കൂ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇവിടെ നിന്ന് ഒരു ഇമേജ് ഡ്രാഗ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ബോക്സിലേക്ക് കൊണ്ടിടുക എന്ന് വെക്കുക. അപ്പോൾ അത് ലോഡ് ചെയ്ത് വരുമ്പോൾ നമ്മൾ വരച്ച ബോക്സിന്റെ ഉള്ളിൽ മാത്രമേ ആ ഇമേജ് കാണാനായിട്ട് സാധിക്കുള്ളൂ. നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ ഇമേജ് മൂവ് ചെയ്യിക്കാനൊക്കെ പറ്റും, പക്ഷെ ബൗണ്ടറി എന്ന് പറയുന്നത് എപ്പോഴും ആ ഒരു ബോക്സ് തന്നെയായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു പോർഷൻ നമ്മൾ മാസ്ക് ചെയ്ത് എടുക്കുന്നതിന് പകരം ഡയറക്റ്റ് ആയിട്ട് ഒരു ടൂൾ തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് സെയിം കാര്യം ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾക്ക് ഇതിന്റെ ലെയറിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാസ്ക് ചെയ്ത ഒരു ലെയറിലുള്ള പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള സെറ്റിംഗ്സ് ആണ് ഇവിടെ കാണാൻ സാധിക്കുക. നമ്മൾ ഈ ഒരു ലെയർ അൺസെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും അതിൽ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ബോർഡർ ആക്റ്റീവ് ആകും. നമുക്ക് ആ ബോർഡറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആങ്കർ പോയിന്റ്സ് വരും. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഒരു ഫ്രെയിം വലിച്ച് വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ഇതിന്റെ ഉള്ളിലാണ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഫ്രെയിമിന് ഉള്ളിലുള്ള ഇമേജ് മൂവ് ചെയ്യിക്കാനും, അതേപോലെ അത് സെലക്ട് ചെയ്തതിനു ശേഷം മാർക്ക് ടൂൾ എടുത്ത് ഫ്രീ ട്രാൻസ്ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇമേജിന്റെ സൈസ് മാറ്റാനും നമുക്ക് സാധിക്കും. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്തത് റെക്ടാങ്കുലർ ഫ്രെയിം ടൂളാണ്. നമുക്കതിന് പകരം മുകളിൽ എലിപ്സിസ് ഫ്രെയിം ടൂളും എടുക്കാം. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ സർക്കിൾ അല്ലെങ്കിൽ എലിപ്സിന്റെ ഷേപ്പിലായിരിക്കും ഫ്രെയിം വരിക. ഫംഗ്ഷനിങ് ഒക്കെ സെയിം ആണ്. അതായത് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ഒരു ഇമേജ് ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ഇമേജ് വരുന്നത് സർക്കുലർ ഷേപ്പിലായിരിക്കും. കണ്ടോ? അപ്പോൾ നമ്മളുടെ ഇമേജ് നമ്മളിപ്പോൾ ഒരു ക്രിയേറ്റീവ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോസ്റ്റർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള സൈസിൽ അല്ലെങ്കിൽ സ്ക്വയർ അല്ലെങ്കിൽ റൗണ്ടിലാണ് നമുക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മളത് കട്ട് ചെയ്യാനോ മാറ്റാനോ ഒന്നും നിൽക്കണ്ട. ഇതേപോലെ കുറച്ച് ഫ്രെയിം ഉണ്ടാക്കിയിട്ടിട്ട് ഈസിലി നമുക്ക് അറേഞ്ച് ചെയ്ത് നമ്മുടെ ഔട്ട്പുട്ടിലോട്ട് എത്തിക്കാം.